അമ്മ സുഖമില്ലാതെ വസൂരിയായിട്ട് കിടക്കുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വസൂരി വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകലായിരുന്നു അല്ലേ? അതെ. പ്രശാന്ത് സഖാവിൻ്റെ അമ്മ ഇല്ലാതെ കിടക്കുമ്പോൾ സാറ് വേറെ വീട്ടിലായിരുന്നു. സാറും സാറിൻ്റെ ചേട്ടനോ അനിയനോ? അതെ, ചേട്ടൻ. അതെ. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മക്കളെ കാണണം എന്ന് പറയുകയാണ്. നമുക്കൊന്നും ഒരിക്കലും ഇത് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു തോടിൻ്റെ അപ്പുറത്ത് നിന്ന്. അതെ, ഈ വസൂരി വളരെ പകരുന്നൊരു സൂക്കേടായതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പിന്നെ ഈ വടപതിമാരും അതിൻ്റെ ഈ ചികിത്സക്കാരായിട്ടുള്ള ആളുകളും മേൽനോട്ടക്കാരും ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാനിന്ന് പോയി. പിന്നെ ഉടുപ്പും കൊണാനും ഒക്കെ മാത്രം ധരിച്ചൊക്കെ നടക്കുന്ന ഈ ടൈപ്പാണ്. അങ്ങനെ പോയി അമ്മയെ കണ്ടു. ഒരു ജനലിൽ കൂടി അമ്മ ഞങ്ങളെ പിന്നെ നോക്കുന്നതും കാണുന്നതും ഞങ്ങളങ്ങോട്ട് കാണുന്നതും എല്ലാം തന്നെ അങ്ങനെ കണ്ടിട്ട് പോരാനേ കഴിഞ്ഞുള്ളൂ. ഒരു ദുഃഖകരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മരണാനന്തര കർമ്മങ്ങളുടെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരി അപ്പച്ചി എന്ന് വിളിക്കും ഞങ്ങൾ ഇവിടെയൊക്കെ. അപ്പോൾ അപ്പച്ചിയായിരുന്നു പിന്നെ അമ്മയുടെ അഭാവത്തിൽ ഞങ്ങളെ വളർത്തിയതും ഭക്ഷണം തരികയും മറ്റു കാര്യങ്ങളും പള്ളിക്കൂടത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയും വേണ്ടതെല്ലാം ചെയ്യുന്നത് അവരായിരുന്നു. ആ ജ്യേഷ്ഠന് പിന്നൊരു കടയുണ്ടായിരുന്നുകൊണ്ട് മെഷീൻ തയ്യലും ജവളി കച്ചവടവും ആയിരുന്നുകൊണ്ട് അദ്ദേഹം അതിന് പോവുമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഒരു അനിയനും അവൻ്റെ താഴെ ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ആണ് അമ്മയുടെ ഈ മരണം. ചെറിയ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. അത് അച്ഛൻ അപ്പോൾ അച്ഛൻ എനിക്ക് 11 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയി. അമ്മ ഒരു 4.5 വയസ്സുള്ള എനിക്ക് 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുന്നത്. ഈ സ്കൂളിൽ വെച്ച് ഒരു പ്രാവശ്യം അരഞ്ഞാണം അരയിൽ നിന്നും വലിച്ചൂരി ആരെയോ തല്ലി എന്ന് കേട്ടിട്ടുണ്ട്. അതെ. അതെന്തായിരുന്നു അതിൻ്റെ കാര്യം? അത് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 4-ാം ക്ലാസ് എന്ന് പറയുന്നത് പിന്നെ കളർ റോഡ് ആണ് സ്കൂളുള്ളത്. ആ കളർ റോഡുള്ള സ്കൂട്ടിലേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ നടക്കണം. നടക്കുന്നതിനിടയിൽ അന്ന് ഈ വർഗീയത ഭയങ്കരമായിട്ട് ഉള്ള കാലം. അപ്പോൾ നായർ സ്റ്റുഡൻറ്റുകളെല്ലാം തന്നെ കളർ റോഡ് അമ്പലം എന്ന് പറയുന്നത് ഈ അവരുടെ ഒരു കേന്ദ്രം. അവിടെ ചെല്ലുമ്പോഴേക്ക് അവർ ഈ പിന്നോക്കമൊക്കെ നിൽക്കുന്ന കുട്ടികളെ കണ്ടമാനം ഉപദ്രവിക്കും. ആദ്യത്തെ ദിവസം ഇങ്ങനെ പിന്നെ തൊഴാനും മുട്ടയിൽ നിന്ന് തൊഴാനും ഒറ്റക്കാലയിൽ നിന്ന് തൊഴാനും ഒക്കെ ഇവരിങ്ങനെ ആവശ്യപ്പെടും. അത് ചെയ്തില്ലല്ലോ അവർ തല്ലും. ഇതാണ് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് കിട്ടി. ഗുണ്ടകളായിട്ടുള്ള ആളുകളാണ് വന്നിങ്ങനെ ഇതൊക്കെ സാധാരണ ചെയ്യും. അപ്പം ഞാൻ പോയി വീട്ടിലെ അച്ഛനോട് പറഞ്ഞു ഇന്നെ പോലെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് സാരമില്ല, 2-3 ദിവസത്തേക്ക് പോകണ്ട, അത് കഴിഞ്ഞ് പോവാം എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു അരഞ്ഞാൺ തയ്യാറാക്കി തന്നു. സാധാരണ അരയിലിടുന്ന അരിഞ്ഞാണിനേക്കാൾ ഒരു ഇരട്ടി കാറ്റിയത് കൂടിയതും ഒരു ചെറിയ പിടിയുള്ളതും ഊരിപ്പോകാതെ കയ്യിൽ നിന്ന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പിടിയോട് കൂടിയിട്ട് നോക്കിയാൽ അരിഞ്ഞാണായിട്ട് തോന്നും. ഇതും കൂടെ ഇട്ടോന്ന് പറഞ്ഞു. അവർ ഇല്ലയാണെങ്കിൽ നല്ല പോലെ ഒന്ന് വീശിയാൽ മതി, അമ്മരെല്ലാം ഓടും. അഥവാ അവരടി അടിച്ചാൽ പിന്നെ ജമ്പത്തെ നിൽക്കില്ല, അരിഞ്ഞാൻ്റെ അടി കൊണ്ടാൽ നോക്കിയില്ലെന്ന്. അങ്ങനെ
ഒരു വീശി ഒരു വീശേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഉടനെ അവരെല്ലാം അടുത്ത് കൂടിയിട്ട് ഇങ്ങനെ പിന്നെ മുട്ടയിൽ നിന്ന് തൊഴാനും മറ്റൊക്കെയുള്ള ഡിമാൻഡ് ആവശ്യപ്പെട്ടു. അടി കൊടുത്തപ്പോൾ അടിയും കൊണ്ട് ഓടി പലരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ചിരുന്നതൊക്കെ എവിടെയായിരുന്നു? അവിടെ പുന്നപ്പറയുള്ള സ്കൂളിലാണ്. ചോദിക്കുന്നതുകൊണ്ടൊന്നും ഒരു തോന്നുന്നു. വിഷമവുമില്ല. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. ആ, അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ അത്രയും പഠിപ്പുള്ള ഒരാളെ ഞാൻ സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെക്കാളും മുകളിലാണ്. അത് ഞാനും 8ാം ക്ലാസ്സിൽ. ഇതിനിടയിൽ തോറ്റിട്ടുണ്ടോ? ഇതിനിടയിൽ തോറ്റിട്ടില്ല. അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് പഠിപ്പ് നിർത്തേണ്ടതായിട്ട് വന്നത്.